റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ മറ്റൊരു തട്ടിപ്പ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. GST ഇളവ് മറയാക്കിയാണ് സംസ്ഥാനത്ത് പലയിടത്തും തട്ടിപ്പ് നടക്കുന്നതെന്നാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയാണ് ചില കമ്പനികളുടെ തട്ടിപ്പ്. GST ഇളവിനനുസരിച്ച് വില കുറയ്ക്കുന്നുമില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾക്കടക്കം ഇത്തരത്തിൽ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. GST കുറച്ചുകൊണ്ട് വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. കാരണം ജനങ്ങൾക്ക് വളരെ വില കുറച്ചു കൊടുക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ചില കമ്പനിക്കാർ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അവർ വില കുറക്കാതെ ആ ടാക്സ് എമൗണ്ട് ഞങ്ങൾക്ക് തരുന്ന ബില്ലിൽ കൂട്ടിയിട്ടുകൊണ്ടാണ് തരുന്നത്. സർക്കാരിനെ വഞ്ചിക്കുകയും അതേസമയത്ത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ജനങ്ങളിലേക്ക് അത് കിട്ടുകയില്ല. MRP കുറയ്ക്കില്ല. അതേസമയം പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അവർ ആഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ 10% ഞങ്ങൾക്ക് മാർജിൻ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിലവിലുള്ള MRPയിൽ തന്നെ ആ 10% മാർജിൻ കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവരുടെ പ്രോഫിറ്റായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രാദേശികമായ കമ്പനികൾ മിക്കവാറും കറക്റ്റായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഹൈ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല അതായത് പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്ന കമ്പനികളിൽ നിന്നാണ് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് കണ്ടേക്കണേ. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, തട്ടിപ്പിന്റെ GSTയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഏത് രീതിയിലാണ് തട്ടിപ്പെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുമോ? എങ്ങനെയാണ് കമ്പനികൾ ഈ വില കുറച്ചതിനെ മറയാക്കിക്കൊണ്ട് വിലയിൽ വ്യത്യാസം വരുത്തി ഇളവിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്? പ്രധാനമായും GST ഇളവ് വന്നതിന് ശേഷം പ്രധാനമായും ദേശീയ ബ്രാൻഡുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ചില തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പ്രധാനമായും ചില ഉൽപ്പന്നങ്ങൾക്ക് കാര്യമായി വില കുറയേണ്ടതാണ്. പക്ഷേ അത് മറയാക്കിക്കൊണ്ട് ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയും അത്തരത്തിൽ പഴയ നിരക്കിൽ തന്നെ വിൽക്കുന്ന നിരവധി ബ്രാൻഡുകളുണ്ട് എന്നാണ് വ്യാപാരികളടക്കം പറയുന്നത്. അതായത് ഒരു 18% GST ഉള്ള ഒരു ഉൽപ്പന്നത്തിന് 118 രൂപയാണ് നൽകുന്നതെങ്കിൽ അത് പിന്നീട് 5% മാറ്റിയാൽ 105 രൂപയാണ് നൽകേണ്ടത്. പക്ഷേ പലരും 110 രൂപയ്ക്ക് മുകളിലൊക്കെ തന്നെ വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും വ്യാപാരികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ട്. അതായത് GST ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ലഭിക്കേണ്ട ലാഭം അത് ലഭിക്കാതെ അത് പല കോർപ്പറേറ്റ് കമ്പനികളും സ്വന്തമാക്കുന്നു. അത്തരത്തിൽ പഴയ നിരക്കിൽ തന്നെ വിൽക്കുന്നു. ഇത് പല ഉപഭോക്താക്കളും ഇത് തിരിച്ചറിയുന്നുമില്ല. അത്തരത്തിൽ ചില ഉൽപ്പന്നങ്ങൾ പ്രധാനമായും പാലുൽപ്പന്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചോക്ലേറ്റ്, കേക്ക് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കടക്കം ഇത്തരത്തിലുള്ള വില വർദ്ധിപ്പിച്ചുകൊണ്ട് GSTയെ മറികടക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്.